പാലക്കാട് ജില്ലയിലെ കിഴക്കൻ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിവരുന്ന മഹൽ സംരംഭമായ ഷെയ്ഖ് അഹമ്മദുൽ കബീരി റിഫായി ഫൗണ്ടേഷൻ സേഫ് വാലിയുടെ സമൂഹ വിവാഹം ഫെബ്രുവരി 22-ന് വിത്തനശ്ശേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ നെന്മാറ ആസ്ഥാനമായി ഹനഫി ദർസ് ആൻഡ് ദവ കോളേജ്, അഫ്സൽ ഉലമ തുടങ്ങിയ സ്ഥാപനങ്ങൾ നടത്തുന്ന സേഫ് വാലി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനകം 70-ൽ പരം യുവതീ യുവാക്കളുടെ വിവാഹം നടത്തിക്കൊടുക്കുകയും നിരവധി കുട്ടികളുടെ വിവാഹത്തിന് സഹായങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. വീട് നിർമ്മാണം, ചികിത്സാ സഹായങ്ങൾ, ഭക്ഷണ കിറ്റ്, തൊഴിലുപകരണങ്ങൾ, മാംസവിതരണം തുടങ്ങി പല പ്രവർത്തനങ്ങളും പരിമിതികൾക്കുള്ളിൽ നിന്ന് നിർവഹിക്കുന്നുണ്ട്. സ്നേഹഭവൻ, തിബിയാൻ പ്രീ സ്കൂൾ, തൊഴിൽ പരിശീലന കേന്ദ്രം തുടങ്ങി പദ്ധതികൾ പരിഗണനയിലാണ്. ഷൈഖ് റിഫായി തങ്ങളുടെ ആണ്ടിനോടനുബന്ധിച്ച് നടത്തിവരാറുള്ള സമൂഹവിവാഹം ഇത്തവണ തികച്ചും അനാഥകളും അഗതികളുമായ 2 ഹിന്ദു യുവതികൾ ഉൾപ്പെടെ 10-ലധികം യുവതീ യുവാക്കളുടെ വിവാഹമാണ് നടത്തുന്നത്. വിത്തനശ്ശേരിയിലുള്ള റൂറൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്ന സമൂഹവിവാഹത്തോടനുബന്ധിച്ച് സൗഹാർദ്ദ സമ്മേളനവും സംഘടിപ്പിക്കും. 13 കുട്ടികളുടെ നിക്കാഹാണ് നടക്കുന്നത്. അതിൽ 2 വിഭാഗത്തിലെയും ഹൈന്ദവ സുഹൃത്തുക്കളുടെയും ഞങ്ങളുടെയും 2 കുട്ടികളുടെയും വിവാഹം 9 to 10-ന്റെ ഇടയിൽ എല്ലിക്കുളങ്ങര വെച്ചുകൊണ്ട് അവരുടെ താലി കെട്ട് നടക്കും. 10 മണിക്ക് ശേഷം പ്രോഗ്രാം, നിക്കാഹും പ്രോഗ്രാമും. ബഹുമാനപ്പെട്ട പാലക്കാട് ജില്ലയിലെ ജമാഅത്തുൽ ഉലമ പ്രസിഡന്റ് ഇലിയാസ് ബാക്കവി മുനിശ്ശേരി, അദ്ദേഹം പ്രസിഡന്റ്, അദ്ദേഹമാണ് അധ്യക്ഷൻ. മഹത്തായ വിഷയത്തിന് കാർമ്മികത്വം നൽകി പ്രാർത്ഥന നടത്തിത്തരുന്ന മുഹമ്മദ് അലി ഹസരത്ത് മഹ്ലരി, പാലക്കാട് ജില്ലയിലെ ഹനഫി ജമാഅത്തുൽ ഉലമയുടെ ഖാദി, പിന്നെ ബഹുമാനപ്പെട്ട വിദ്യാശക്തി മന്ത്രി കൃഷ്ണൻകുട്ടി സാറ്, കെ ബാബു MLA തുടങ്ങി സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവരും നിരവധി മതപണ്ഡിതന്മാരും സയ്യിദന്മാരും പങ്കെടുക്കുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് ഉമർ സഖാഫി, ജനറൽ സെക്രട്ടറി സുബൈർ സഖാഫി, മിൻഹാജ് മെദാർ, MA സുൽത്താൻ എന്നിവർ പങ്കെടുത്തു.